ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർനട്ട് സ്ക്വാഷ് വെച്ചൊരു മോരുകറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ബട്ടർനട്ട് സ്ക്വാഷാണ്. ഇത് നമ്മുടെ നാട്ടിൽ മത്തങ്ങയുടെ അതേ ടേസ്റ്റ് വരുന്ന ഒരു വെജിറ്റബിളാണ്. ഇതില്ലെങ്കിൽ നമുക്ക് മത്തങ്ങ വെച്ചും ഇതേ കറി ചെയ്യാം. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. നമ്മളിതിൽ ഒഴിച്ച വെള്ളം വറ്റിപ്പോയോ ഇല്ലയോ എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാ കണ്ടില്ല, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് അടച്ച് തന്നെ വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ക്വാഷ് വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ നോക്കിയപ്പോൾ ഇത് ശരിക്കും അങ്ങോട്ട് വെന്തിട്ടില്ല. അപ്പം നമുക്കൊരു കുറച്ച് സമയം കൂടി ഇത് മൂടി തന്നെ വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് വെന്ത പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാനൊരു തവി വെച്ച് ഇതൊന്ന് നമുക്ക് മാഷ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു കഷ്ണവും കൂടി എടുത്തൊന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം, ഒരു സ്പൂൺ എടുത്തിട്ട് വെന്തോ എന്നുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 15 മിനിറ്റാണ് വേണ്ടി വന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് വെള്ളം അധികം ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക, എന്നിട്ട് നമുക്കിതിലെ വെള്ളം വറ്റിക്കാം. അപ്പോൾ ഇത് ഒരിക്കലും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് നമുക്ക് ഇതിൻ്റെ കട്ടയൊക്കെ ഉടയ്ക്കാം. ഒരിക്കലും മിക്സിയിലൊന്നും ഇട്ട് അടിക്കരുത്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈരാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ തൈര് ഒഴിക്കുന്നേക്കാൾ മുമ്പ് ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഒഴിച്ചാലും ഒരു പ്രശ്നമില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരിക്കലും തിളച്ചു പോകരുത്, ഇതിൽ നിന്ന് ചെറുതായിട്ട് ഒരു ആവി വന്നാൽ മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നിന്ന് നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്, ഇത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അത് നല്ലോണം ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചേക്കുന്നത്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കണേ. ഇത് നല്ലോണം ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്കും കയ്യിലേക്കും ഒക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇത് ഒരുവിധം പൊട്ടി ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് ഇതിലേക്ക് നമുക്കൊരു ചുമന്ന മുളക് മുറിച്ച് അതിട്ട് കൊടുക്കാം. ഇത് ആദ്യമേ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനെപ്പോഴും ഒരു കുറച്ച് പൊട്ടി കഴിഞ്ഞിട്ടാണ് ഇത് ഇടാറ്. എന്നിട്ട് ഇത് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും എല്ലാം പൊട്ടിയിട്ടുണ്ട്, ചുമന്ന മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ കടുക് വറുത്ത പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് ചുറ്റിച്ച് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് വെച്ചുള്ള മോരുകറി. ഭയങ്കര സിമ്പിളല്ലേ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.